അപ്പോൾ നമ്മളെ ചോറ് വിളമ്പിയിട്ടുണ്ട്. അടിപൊളി കുറുവ ചോറാണ്. പിന്നെ അതിക്ക് നല്ല സാമ്പാറുണ്ട് കേട്ടോ. സാമ്പാർ നൈസ് സാമ്പാർ. ഇതൊരു കട്ടി കുറവുള്ള സാമ്പാറാണ്, പക്ഷെ എന്നാലും സാധനം അടിപൊളിയാണ്. നല്ല സാമ്പാറുണ്ട്. സാമ്പാറിലേക്ക് പിന്നെ വരുന്നത് നല്ല കോഴിമുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. കോഴിമുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയത് നമ്മളെ ചോറിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഉപ്പേരി, അതായത് നമ്മളെ വഴുതനങ്ങപ്പേരി. എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ. വഴുതനങ്ങപ്പേരി ഉണ്ട്. പിന്നെ തൈരുണ്ട് കേട്ടോ. തൈരുണ്ട്, കുറച്ച് തൈര് അവിടെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ ഈ ചോറെടുത്തിട്ട് ആ കുഴക്കണ നേരത്താണ് പറഞ്ഞത് സോയാബീൻ ഉണ്ടല്ലോ വറുത്തത്, അപ്പോൾ അതും കൂടിയും തരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് സോയാബീൻ ഇട്ടോളൂ. ഓക്കെ, സോയാബീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചോറ് ഇങ്ങോട്ട് കുഴച്ചിട്ട് കുറച്ച് തൈര് എടുത്തിട്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് എൻ്റെ മോനെ ഒരു പിടിയാട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി കേട്ടോ. പിന്നെ കോഴിമുട്ട ഓംലേറ്റ് അടിപൊളി, ഒരു രക്ഷയില്ല.